ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങൾ തമ്മിൽ കണ്ടപോലെ തന്നെ മരുമോളെ കുറിച്ച് അമ്മയ്ക്ക് പറയാനുള്ളതാണ് ഈ വീഡിയോയിലുള്ളത്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പൊ എനിക്കോ ഏട്ടനോ കല്യാണം കഴിഞ്ഞിട്ടില്ല. സോ ഏത് മരുമോളെ കുറിച്ചാണ് പറയാന്നുള്ളതാണ് കാര്യം. ഏത് മരുമോളെ കുറിച്ച് വരാൻ പോകുന്ന മരുമോൾ, അതാണ് നമ്മുടെ വരാൻ പോകുന്ന മരുമോളെ കുറിച്ചാണ് അമ്മയ്ക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനൊന്നുമില്ല. രണ്ടാൾക്കും കല്യാണം കഴിക്കണം. കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയായിരിക്കണം. എന്താണ് കാണാൻ കൊള്ളാവുന്ന കുട്ടി? കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയായിരിക്കണം. അത് എന്താണ് കാണാൻ കൊള്ളാവുന്ന? കാണാൻ കൊള്ളാവുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പറയുന്ന കേൾക്കുന്നവർക്ക് അറിയും, എനിക്കറിയും, കേൾക്കുന്നവർക്ക് അറിയും. ശരി ശരി. എന്താന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു തൊഴിലുണ്ടായിരിക്കണം, നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാൻ. അല്ലാണ്ട് മുതലുണ്ടാക്കാനോ സമ്പത്തുണ്ടാക്കാനോ അല്ല. നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കണം ഒരു കുടുംബം. ഗവൺമെന്റ് ജോലി അതേ പറ്റൂ ഇതേ പറ്റൂന്നൊന്നും എനിക്കില്ല. ഒരു മിനിറ്റ്, നമ്മുടെ ഇച്ചും കൂടെ നമ്മുടെ Q&A സെക്ഷനിലേക്ക് എത്തിണ്ട് പറഞ്ഞോളൂ. അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. നിങ്ങൾക്ക് ജീവിക്കണം, കുടുംബത്തിന് ജീവിക്കാൻ ഒരു തൊഴിൽ വേണം, അതേ ആഗ്രഹിക്കണുള്ളൂ. പിന്നെ ഇത്തിരി വിദ്യാഭ്യാസമുള്ള കുട്ടിയാണെങ്കിൽ കൊള്ളാം, കുടുംബത്തിൽ ചണ്ടയും വഴക്കുമില്ലാണ്ട് ജീവിച്ചു പോണം. അതൊക്കെ തന്നെ എന്റെ സങ്കല്പം. നമ്മളെ പോലെ കുടുംബ സാഹചര്യങ്ങളുള്ള ഒരു വീട്ടിൽ കുട്ടി എടുക്കണം. അത് രണ്ടാൾക്കും അങ്ങനെ കിട്ടണം, അതാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഒരു വിഷയം എന്തറിയോ, ഇന്ന് എല്ലാ പിള്ളേരും ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആരെയും ഇഷ്ടമായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങള് നോക്കിക്കോളെ, എനിക്ക് അതിൽ പ്രശ്നമില്ലല്ലോ. അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടു, എന്റെ മകൾക്ക് ഇഷ്ടമാണ് പറഞ്ഞു, ഞാൻ അവള് കല്യാണം കഴിച്ചു കൊടുത്തു. ഭർത്താവ് തന്നെ എനിക്കാകണ കാര്യങ്ങളോടുകൂടി ഞാൻ അവളെ കൈകാര്യം ചെയ്തു. അതുപോലെ അത് സമ്മതിപ്പിക്കാൻ ചേച്ചിയും അളിയനും കുറച്ച് ബുദ്ധിമുട്ടി. അത് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് എനിക്കിങ്ങനെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര ടെൻഷൻ. അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ അമ്മയ്ക്ക് കുറച്ച് ആദ്യം തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ആദ്യം കുഞ്ചാപ്പയായത് ആദ്യമൊക്കെ ഇപ്പൊ ഹാപ്പിയാണ്. പേരക്കുട്ടിയായപ്പോ ഒക്കെ ആയപ്പോ സന്തോഷത്തോടെ അവര് ജീവിക്കുന്നുണ്ട്. അതെനിക്കൊരു മനസ്സമാധാനമാണ്, എന്റെ മനസ്സിൽ സന്തോഷമുള്ളൂ. അതുപോലെ ഇനി ഈ വലിയവനും ചെറിയവനും രണ്ടാളും, ഈ ചെറിയവനാണ് ഇത്, വലിയവൻ ഏട്ടൻ, കല്യാണം കഴിക്കാൻ ഓരോ കുട്ടികളിന് ഇഷ്ടപ്പെട്ട ഞാൻ നോക്കി ചെയ്തു കൊടുക്കും. കൂട്ടിട്ട് വരാൻ പറ്റില്ല, അത് എനിക്ക് ആഗ്രഹം, അങ്ങനെ പറ്റില്ല. അതെന്തുകൊണ്ട് കൂട്ടിട്ട് വരാൻ പറ്റില്ല? കൂട്ടിട്ട് വരാൻ പറ്റില്ല. ഭർത്താവ് നിങ്ങൾക്ക് വലിയ ആഗ്രഹത്തിൽ കല്യാണം കഴിച്ചില്ലെങ്കിലും രീതിക്ക് പോണം. രജിസ്റ്റർ മാരേജ് ചെയ്യാണ്. അത് എനിക്ക് താല്പര്യമില്ല. ഇനിയിപ്പോ നിങ്ങൾ അതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല, അത് ഞാൻ സ്വീകരിച്ചേ പറ്റൂ. പിന്നെ എനിക്ക് താല്പര്യമില്ല. എനിക്കുള്ളത് നിങ്ങളെ ഇഷ്ടപ്പെട്ട കുട്ടികളിൽ നിങ്ങൾ നോക്കിക്കോളേ, നമുക്ക് കല്യാണം കഴിക്കാം. ഇരുവഴിക്കും സമ്മതിച്ചിട്ട് നമ്മൾക്ക് ചെറിയ രീതിക്കാണെങ്കിലും കല്യാണം കഴിച്ചാൽ മതി. നമ്മൾക്ക് വലിയ രീതിക്ക് പോകണമെന്നൊന്നും ആഗ്രഹമില്ല. ഇതൊക്കെ തന്നെയാണ് എന്റെ മനസ്സിൽ. വീട്ടില് പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിക്കണം. ഏട്ടനും അനിയനും ആണെങ്കിലും വന്ന പെൺകുട്ടികൾ ഏട്ടത്തി അനിയത്തിയായിട്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി സുഖവും ദുഃഖവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കുട്ടികളായിരിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ തെളിവ് പോലെ വീഡിയോ തെളിവൊന്നുമില്ല. അത് ഞാനേ തെളിവ് തന്നെ, പിന്നെന്താ അത് തെളിവ്? ഇത് ഞാനേ ഒരു തെളിവാണ്. നിങ്ങൾ വീഡിയോ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നെ കൊണ്ട് വരുന്ന കുട്ടികൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല, അത് ഉറപ്പന്നെ. പ്രശ്നം ഉണ്ടാവില്ലാണ് ഇപ്പൊ പറയുന്നത്. ഇപ്പൊ വീടിലുള്ള പോലെ പറയുന്ന പോലെ തന്നെ ഭാവിയിൽ എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാനൊന്നുമില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും. വീട്ടില് സന്തോഷത്തോടെ ഇരിക്കണം, എനിക്ക് അതന്നെ വേണം. സന്തോഷം പറയുന്നത് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല, ഇനിയെങ്കിലും അത് കാണണം. ഞാൻ സന്തോഷം എന്താണെന്ന് കണ്ടിട്ടില്ല, നിങ്ങൾക്ക് അറിയില്ല. ഞാൻ എന്ത് ബുദ്ധിമുട്ടിച്ചിട്ടല്ല മകനെ. സന്തോഷം നമുക്ക് ജനിച്ച നാള് ദുഃഖം മാത്രമാണ്. ഇത് പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ട്, അത് പിന്നീട് വേറൊരു വീഡിയോയിൽ അത് വേറൊരു വീഡിയോയിൽ പറയാ. എന്റെ അമ്മന്റെ, അത് കഴിഞ്ഞ് എന്റെ അച്ഛൻ മരിച്ചു, അത് കഴിഞ്ഞ് നിങ്ങളുടെ അച്ഛൻ മരിച്ചു. അപ്പൊ നമുക്ക് വെറും സങ്കടം മാത്രമാണ്. ഇനി മക്കളിലൂടെ സമാധാനവും സന്തോഷവും കിട്ടണം. ഇപ്പൊ കിട്ടുന്നില്ല, അതെനിക്ക് ആഗ്രഹം. ഇപ്പൊ കിട്ടുന്നുണ്ട്, എനിക്കിപ്പോ സമാധാനം കിടന്നുമില്ല. അപ്പൊ ഇതുപോലെ തന്നെ ആയിരിക്കണം കല്യാണം കഴിച്ചാല്. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളൂ.
ഇതൊക്കെ നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് വരുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ അവർക്ക് കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സങ്കല്പം ഈ സങ്കല്പം കൂടെ ക്ലാഷ് ആയി അവരുടെ സങ്കല്പത്തിന് ഞാനൊന്നും ഇത് നിൽക്കില്ല. അവര് സന്തോഷത്തോടെ ജീവിക്കണം, അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. എനിക്ക് സന്തോഷം കണ്ടാ മതി, അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി, അത് മാത്രം എനിക്ക് ആഗ്രഹമുള്ളൂ. ഓക്കെ ഇച്ചു, ഇതൊക്കെ വല്ല കേൾക്കണ്ട, എന്താ പറയാനുള്ളത് കേട്ടിട്ട്? പറയുന്നത് അപ്പൊ സുന്ദരമായി പറയുന്നത് തന്നെയാണ് ഇച്ചും പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് അമ്മന്റെ സങ്കല്പങ്ങള്. ഈ സങ്കല്പവും യാഥാർത്ഥ്യവും തമ്മിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കാര്യം ഭാവിയിൽ കണ്ടെന്നെ അറിയണം. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയിപ്പോ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുപോലെ ബൈ.